പ്രകൃതി സംരക്ഷണ സമിതി അംഗം തോമസ് അമ്പലവയൽ നമുക്കൊപ്പം ചേരുകയാണ്. തോമസ് അമ്പലവയൽ, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് ആണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഭരണകൂടങ്ങളും പല MLA-യും കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പങ്കാളികളായിട്ടുള്ള ഒരു ദുരന്തമാണ്. ഈ പ്രദേശത്ത് 1960-കൾ മുതൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മണ്ണിടിച്ചിലും അതുപോലെയുള്ള ദുരന്തങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മുണ്ടക്കൈ കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുന്നേ ഉള്ളൂ. ഇത്രയും പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ പ്രവർത്തനം നടത്തിയാൽ വൻ ദുരന്തങ്ങൾ ഉണ്ടാവുമെന്ന് കൃത്യമായ ഇതുവരെയുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിനും കോടതികൾക്ക് മുമ്പിലും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഈ സംഘനിർമ്മാണം അശാസ്ത്രീയമാണ്, ഇത് വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കും എന്ന് നേരത്തെ തന്നെ പറയുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോടതിയിലെത്തുകയും ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ ഇതിനെ തിരസ്കരിച്ചുകൊണ്ടുള്ള വൻ വികസനവാദമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ തുരങ്കപാത ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞ് കോടതിയിൽ പോയതിന്റെ പേരിൽ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് N. ബാദുഷയുടെ വീട്ടിലേക്ക് ആ പ്രദേശത്തുള്ള റിയൽ എസ്റ്റേറ്റ് അതേപോലെ ടൂറിസം മാഫിയകൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടതു വലതു വ്യത്യാസമില്ല പിന്തുണയോടെയാണ് മാർച്ച് നടത്തുകയും വളരെ ഭീകരമായ രീതിയിൽ അപഹസിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി ഈ ഗവൺമെന്റ് ഏറ്റെടുക്കണം, കോടതികൾ ഏറ്റെടുക്കണം. മാത്രമല്ല, ഇത്രയും പരിസ്ഥിതിലോലമായി ഈ പ്രദേശത്തുകൂടി UDF അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പുതിയ ബജറ്റിൽ പുതിയൊരു തുരങ്കപാതയ്ക്കും കൂടി ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വയനാടിന്റെ പാരിസ്ഥിതിക ലോലത കൃത്യമായിട്ട് അറിയാവുന്ന കൽപ്പറ്റയിലെ MLA ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള T. സിദ്ദിഖ് നേരത്തെ പറയുന്നത് ഇത് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ട് അതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് കൊങ്കൺ റെയിൽവേ അടക്കമുള്ള അധികൃതരുടെ മുമ്പിൽ ഈ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്ന സിദ്ദീഖ്, മന്ത്രിയായിട്ടുള്ള സിദ്ദീഖ് അല്ലെങ്കിൽ ആ സിദ്ദീഖ് അടക്കമുള്ള ഭരണകൂടം എന്തുകൊണ്ട് ഈ അശാസ്ത്രീയമായ പ്രവർത്തനം തുടരാൻ അനുവദിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇവിടെ തുരങ്ക നിർമ്മാണം നടക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ചുകൊണ്ടാണ് ഇവരതൊക്കെ ചെയ്തത്. അവിടെ ഇപ്പൊ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ട വിദഗ്ധരാരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, സ്ഥലത്ത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട എഞ്ചിനീയർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്ര നിരുത്തരപരമായി ഒരു വികസനത്തിന്റെ പേരിൽ വയനാടിനെ തകർക്കുന്ന ഈ പദ്ധതിയുടെ ഉത്തരവാദിത്വം കൃത്യമായും ഭരണകൂടങ്ങൾക്കും കോടതികൾക്കും തന്നെയാണ്. ഇത്ര നേരത്തെ എപ്പോഴോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ വയനാട്ടിൽ മഴ കനക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ആ ദുരന്തം ഇത്ര പെട്ടെന്നുണ്ടാവാൻ കാരണം ആ മലനിരകളിൽ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബ്ലാസ്റ്റിങ്ങിന്റെ ഭാഗമാണ്. ബ്ലാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ഓരോ പ്രകമ്പനങ്ങളും ആ മലനിരകളെ പലതരത്തിൽ അതിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളാണ് മഴ കനക്കുന്നതോടി കൂടി വരാനിരിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും ഞങ്ങളെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ വളരെ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. ഇത് തികച്ചും ഭരണകൂടങ്ങളുടെയും കോടതിയുടെയും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു വികസന ദാഹത്തിന്റെ ഭാഗമായിട്ട് വയനാടിനെ കൊലയ്ക്ക് കൊടുത്തതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നാണ് മന്ത്രിമാർ അടക്കം പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ മണ്ണ് കൂട്ടിയിട്ടതിൽ ആണോ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണോ തോന്നുന്നത്? അതിപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന വെറും ഒരു വാദം മാത്രമാണ്. അങ്ങനെ മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ട് മാത്രമുണ്ടായ ഒരു ദുരന്തമല്ല. ആ മലനിരയിൽ വൻ പ്രകമ്പനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുരങ്കപാത നിർമ്മാണത്തിൽ പ്രകമ്പനങ്ങൾ ബ്ലാസ്റ്റിംഗ് ഉണ്ടാവില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനകത്ത് ബ്ലാസ്റ്റിംഗ് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രകമ്പനങ്ങളുടെയും ശക്തി പലതരത്തിലുള്ള വിപത്തുകൾക്ക് കാരണമാവുമെന്ന് ഒരു സാധാരണ 10ാം ക്ലാസ് പോലും പഠിക്കാത്ത ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി അത് കൂട്ടിയിട്ട മണ്ണുണ്ടാക്കിയ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടത് അവിടുന്ന് മാറ്റിയതിനു ശേഷം അടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പോകാൻ പാടുള്ളൂ, ഈ മല വളരെ സെൻസിറ്റീവാണ് എന്ന് തിരിച്ചറിയുന്ന ഈ മന്ത്രിയും ഈ ഭരണകൂടവും എന്തുകൊണ്ട് അത് ഈ കൂട്ടിയിട്ട മണ്ണ് മാറ്റി അവിടെ സേഫ്റ്റിയാക്കിയതിനു ശേഷം ബാക്കി പ്രവർത്തനങ്ങൾ നടത്താൻ
അതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് വളരെയധികം സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ കമ്പനികളുമായിട്ടുള്ള ഇവരുടെ ഒത്തുതീർപ്പുകളും അവരുടെ കച്ചവട താല്പര്യങ്ങളും മാത്രമാണ് ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി ഈ കൂട്ടിയിട്ട മണ്ണിന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി തോമസ് അമ്പലവയലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു ഈ അപകടം വരുത്തിവെച്ച അപകടം എന്നുള്ള രീതിയിലാണ് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആളുകളൊക്കെ ഈ ഒരു സമയത്ത് പ്രതികരിക്കുന്നത്.